നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ സി.ജെ. റോയിയുടെ മരണത്തിന് ശേഷം കമ്പനി ആദ്യ ഔദ്യോഗിക വാർത്താ സമ്മേളനം വിളിച്ചു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കൊച്ചിയിൽ ക്രമീകരിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ടി.എ. ജോസഫും മാധ്യമങ്ങളെ കാണും. റോയിയുടെ മരണം, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളിൽ നിർണായക കാര്യങ്ങളാണ് കമ്പനി പറയുമെന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. ചെയർമാന്റെ വിയോഗ വാർത്തയെ തുടർന്നുള്ള കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളും പുതിയ നേതൃത്വപരമായ മാറ്റങ്ങളും സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയേക്കും. നേരത്തെ ഡോക്ടർ സി.ജെ. റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് കുടുംബം നിർണായക തീരുമാനമെടുത്തിരുന്നു. കമ്പനിയുടെ എല്ലാ പ്രോജക്ടുകളും മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ തുടരുമെന്നും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും റോയിയുടെ മകൻ രോഹിത്തും ചേർന്ന് ഇനി കമ്പനിയെ നയിക്കുമെന്നും റോയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ സഹോദരൻ സി.ജെ. ബാബു അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ റോയിയുടെ മരണം മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട എന്നും വ്യക്തമാക്കിക്കൊണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് എം.ഡി. ടി.എ. ജോസഫും രംഗത്ത് വരികയായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ ഇഡിയോ സിബിഐയോ ഇല്ലെന്നും തങ്ങളുടെ പക്കൽ ആരുടെയും കള്ളപ്പണമില്ലെന്നും അദ്ദേഹം വിവരിച്ചിരുന്നു. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുയർന്നുള്ള ഊഹാപോഹങ്ങളെ വിശ്വസിക്കരുതെന്നും ആശങ്ക വേണ്ട എന്നുമാണ് നിക്ഷേപകരോടുള്ള വീഡിയോയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് എം.ഡി. ആഹ്വാനം ചെയ്തത്. റോയിയുടെ മരണം ഒരു തരത്തിലും ഗ്രൂപ്പിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്നും ജോസഫ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നത്. റോയിയുടെ മകൻ രോഹിത് റോയി പ്രതികരിച്ചിരുന്നു. എന്റെ ഫാദർ റോയി സി.ജെ. വിടവാങ്ങി. അദ്ദേഹത്തിന്റെ വിയോഗം ഞങ്ങളുടെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കും മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും അദ്ദേഹം പടുതുയർത്തിയ പ്രസ്ഥാനങ്ങളിലും സ്വാധീനിക്കപ്പെട്ട അനേകർക്കും തീരാ നഷ്ടമാണ്. അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലാത്തവർ പോലും ബിസിനസ്സിലും സമൂഹത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ തങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചുവെന്ന് ഞങ്ങളെ അറിയിക്കുന്നു. ആ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിനപ്പുറം അദ്ദേഹം വളരെയധികം അനുകമ്പയുള്ള ഒരു മനുഷ്യനായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും സമൂഹത്തെക്കുറിച്ചുള്ള കരുതലുമെല്ലാം എടുത്തു പറയേണ്ടതാണ്. നേതൃത്വം എന്നത് ബിസിനസ്സിനപ്പുറമുള്ള വലിയൊരു ഉത്തരവാദിത്തമാണെന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പൊതുജനങ്ങളെയും അവരുടെ അന്തസ്സിനെയും ഉപജീവനത്തെയും അദ്ദേഹം ആഴത്തിൽ സ്നേഹിച്ചിരുന്നു. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് എന്റെ ഫാദർ വഴികാട്ടിയും ആശയവും മാതൃകയുമായിരുന്നു. നേതൃത്വം എന്നത് അവകാശമല്ല എന്നും അച്ചടക്കത്തിലൂടെയും സത്യസന്ധമായ പ്രവർത്തനത്തിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും തെളിയിക്കപ്പെടേണ്ട ഒന്നാണെന്ന് ചെറുപ്പം മുതൽ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്നു. എന്റെ ഫാദർ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ പടുത്തുയർത്തിയത് ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചല്ല, മറിച്ച് ശക്തമായ ഭരണ സംവിധാനത്തിലും നേതൃപാടവത്തിലും വിശ്വസിക്കുന്ന കഴിവുറ്റ ഒരു ടീമിലൂടെയുമാണ്. ആ അടിത്തറ ഇന്നും ഭദ്രമാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് സുസ്ഥിരതയോടെ അച്ചടക്കത്തോടെയും തുടർന്നും പ്രവർത്തിക്കും. എല്ലാ തീരുമാനങ്ങളും മാറ്റമില്ലാതെ തുടരും. ഈ വിഷമഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം നിന്ന സഹപ്രവർത്തകർക്കും പാർട്ട്നേഴ്സിനും ഉപഭോക്താക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ടീമിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തത്വങ്ങളിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനങ്ങൾ വിയോഗങ്ങളിൽ തളരില്ല, പരീക്ഷിക്കപ്പെടുകയുള്ളൂ. ദൃഢവിശ്വാസത്തിൽ പടുതുയർത്തിയതെന്നും നിലനിൽക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്നാണ് പ്രതികരിച്ചത്.